ചേച്ചി ഇന്നെന്നാക്കെ ഉള്ളേ? ഇത് ഫുള്ള് നമ്മളെ അയൽക്കൂട്ടംകാരല്ലേ? അയൽക്കൂട്ടമല്ല, പിന്നെ ഏതാ? റെസിഡൻസ് അസോസിയേഷൻ അല്ലേ? അപ്പം ഓരോ സ്റ്റോളിലും ഉള്ളതിൻ്റെ പൈസ നിങ്ങൾക്ക് തന്നെയാണോ? നമ്മുടെ സ്റ്റോളാണ്. അപ്പോൾ ഇത് മൊത്തം 4 മണിക്കാറ്റിൻ്റെ ഈ ഒരു റെസിഡൻസ് വെച്ച് തന്നേക്കുന്ന ഇതല്ലേ? അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ അല്ലേ? ഓരോ ദിവസം ഓരോ വിഭവങ്ങളാണ്. എങ്ങനെ? നമ്മളിപ്പം ഇത് നമുക്ക് തയ്യാപ്പം സേമിയ പായസം 3 ദിവസത്തേന് അല്ല 3 വർഷത്തേന്. 3 വർഷത്തേക്ക് നമുക്ക് ഈ സ്റ്റോൾ ഇത് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ഓ, അങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ടല്ലേ? നമ്മൾ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് 4 മണിക്കാറ്റിലാകെ 12 സ്റ്റോളാണ് ഉള്ളത്. അവിടെ 12 സ്റ്റോളിലും 12 തരത്തിലുള്ള വിഭവങ്ങളാണ് ഉള്ളത്. എല്ലാം നാടൻ വിഭവങ്ങൾ തന്നെയാണ്. കപ്പ പുഴുങ്ങിയത്, കാച്ചിൽ പുഴുങ്ങിയത്, ചേമ്പ് പുഴുങ്ങിയത്, ചക്കപ്പുഴുക്ക്, ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട, ഉള്ളിവട, അങ്ങനെ നാടൻ വിഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും 4 മണിക്കാട്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരുന്ന് സൊറ പറഞ്ഞിരിക്കുവാനും ഒരു ചായയും ഒരു കടിയൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കുവാനൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണത്. നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മണർകാട് 4 മണിക്കാറ്റിലാണ്. 4 മണിക്കാറ്റ് പഴയ പോലല്ല, വളരെ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. 12 സ്റ്റാളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റാളിലും ഓരോ ദിവസവും ഓരോ ഭക്ഷണങ്ങളാണ്. ഇപ്പം ഒരു ചേച്ചി പറഞ്ഞിപ്പം 3 വർഷത്തേക്ക് അവിടെ സ്ഥിരമായിട്ട് 3 വർഷത്തേക്ക് ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. അതുപോലെ 12 സ്റ്റാളിലും വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ്. ഇവിടുത്തെ ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ ഏറ്റെടുത്തിട്ടാണ് ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അടിപൊളിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരികയും ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഇവിടെ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഇവിടുന്ന് കാപ്പിയും കുടിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ കഴിച്ച് മനസ്സിൽ സന്തോഷത്തോടുകൂടിയാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സ്റ്റാളുകളിൽ നിൽക്കുന്ന ഈ ചേച്ചിമാരുടെ ഒരു ഇടപെടലാണ്. അവരുടെ ഇടപെടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ വർഷങ്ങളായിട്ട് ഇവരുമായിട്ട് പരിചയമുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അതുപോലത്തെ രീതിയിലുള്ള ഇടപെടലാണ് ഈ ചേച്ചിമാരൊക്കെ. നമുക്കിവിടെ എന്നാ ചേച്ചി ഉള്ളത്? ഉള്ളിവട, നെയ്യപ്പം, ചായ 3 വർഷത്തേന്. 3 വർഷമാണ് നമുക്ക്. 3 വർഷം അപ്പുറം പറഞ്ഞത്. സ്ഥിരമായിട്ട് ഈ എന്നൊക്കെയുള്ള നമുക്ക് ചക്കപ്പുഴക്ക് ഉള്ളു. ചാല നല്ല തിരക്കുണ്ടല്ലേ? പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമൊക്കെയാണിത്. സംഭവം ഭയങ്കര രസമാണ് ഇപ്പോൾ കാണാനായിട്ട് 4 മണിക്കാർ. പണ്ടത്തെ പോലല്ല. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇവിടെ വന്ന് ഊഞ്ഞാലാടുകയും കളിക്കാനുമൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മമാരൊക്കെ തന്നെ ഇരുന്ന് ഊഞ്ഞാലാടുന്ന നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഒരു മനസ്സിൻ്റെ സന്തോഷം. ഇവിടെ വന്ന് 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഒരു സന്തോഷം കണ്ടെത്തുക, അത്രേ ഉള്ളൂ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പച്ചാ, 4 മണിക്കാറ്റ് എങ്ങനെയുണ്ട്? വൈകുന്നേരം വന്നിരിക്കാം, സൊറ പറഞ്ഞും കാപ്പിയൊക്കെ കുടിച്ചിരിക്കാം. നന്നായിട്ടുണ്ട്. എന്താണ് അമ്മച്ചി സന്തോഷം? അപ്പച്ചനും അമ്മച്ചിയും അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഒക്കെ ഒരുപാട് ആളുകളാണ് 4 മണിക്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം അവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഫാമിലിയായിട്ടാണ് ആളുകൾ 4 മണിക്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, 4 മണിക്കാറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. കാപ്പിയൊക്കെ കുടിക്കാം അല്ലേ? വൈകുന്നേരം വന്നിരിക്കാൻ പറ്റും. എന്താണ് ചേച്ചി?
നേരം പോക്കാണ്. ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്നു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ പോരാ നല്ലൊരു എൻജോയ്മെന്റ് ആണ്. എന്താണ് ഇഷ്ടപ്പെട്ടു? ഇവിടെ അടുത്താണ് താമസിക്കുന്നത്? ഓക്കെ, സംഭവം എന്നാണ് നല്ല രസമല്ലേ? ഓക്കെ. ചേച്ചി 4 മണിക്കാറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. ചേട്ടാ വൈകുന്നേരം വന്നിരിക്കാം, സന്തോഷമാണ്. ചേച്ചി നമുക്ക് നമ്മുടെ സ്റ്റാളിൽ എന്താണ് ഉള്ളത്? ഞങ്ങളുടെ സ്റ്റാളിൽ ഏത്തക്കാപ്പം പിന്നെ തിരുവാതിരപ്പുഴുക്ക് രണ്ടെണ്ണേ ഞങ്ങൾക്കുണ്ട്. അതെന്തോ തിരുവാതിരപ്പുഴുക്ക്? ഏത്തക്ക, ചേന, ചേമ്പ്, കാച്ചില്, കൂർക്ക എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുന്ന പുഴുക്കാണ് പുഴുക്കാണ്. പിന്നെ ഏത്തക്കാപ്പം ഇത്രേ ഉള്ളു ഞങ്ങൾക്കുള്ളു. 3 വർഷത്തേക്ക് ഇതാ? അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾക്ക് കോഫി, ബ്രൂ കോഫി, പിന്നെ കട്ടൻ ചായ ഇത്ര ഇടാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? കുഴപ്പമില്ല മോനെ, ഞങ്ങൾക്ക് അതിൽ കിട്ടപ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾക്ക് വിഷമായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. സന്തോഷമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാ? അതല്ല, തിരുവാതിരപ്പുഴക്കാണോ? ആണ്. ചേച്ചിയുടെ ഐറ്റമാണോ അത്? പോകുന്നുണ്ട് മോനെ, അതൊക്കെ പോകുന്നുണ്ട്. ആണ്. സന്തോഷം. ഞങ്ങൾക്ക് അത് കിട്ടിയപ്പോൾ മനപ്രയാസമില്ല, ഒന്നുമില്ലല്ലോ. ഇതിനു മുമ്പ് എന്നായിരുന്നു? ഇതിന് മുമ്പ് ഏത്തക്കാപ്പം. അതല്ല, ഇവിടെ ഈ സ്റ്റാള് തുടങ്ങുന്നതിന് മുമ്പ് അതിന് മുമ്പ് എനിക്ക് ഏത്തക്കാപ്പായിരുന്നു. ഇത് ഇപ്പോഴാണ് ഇത് ഇങ്ങനെ തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മൾ പടുത കെട്ടി എവിടെ നിന്നു. അന്നാരോ എനിക്ക് ഏത്തക്കാപ്പായിരുന്നു. ഒരു 8-10 വർഷമായിട്ട് ഞാൻ ഏത്തക്കാപ്പം തന്നെ ഉണ്ടാക്കുന്നത്. അത് തന്നെ കുറിയിട്ടപ്പോഴെനിക്ക് ഇപ്പോഴും കിട്ടി. ഭാഗ്യം. ദൈവം സഹായിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് അപ്പൊ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. സാറേ, എനിക്ക് എന്നും ഇതാണോ എന്ന് ചോദിച്ച് ഞാൻ സഹതാപിച്ചു. പക്ഷെ ഒരു സഹതാപവും ഇല്ല. ഇപ്പൊ സന്തോഷമാണ്. നന്നായി വരട്ടെ. സന്തോഷം പറഞ്ഞാൽ ആദ്യം സന്തോഷം. ആറാടെ വരുക? ഇല്ല, അങ്ങോട്ട് വരും. നമ്മുടെ കടയിൽ എന്നാ ഉള്ളേ? ഞങ്ങളുടെ കട കുമ്പിള്, പരിപ്പുവട, കിഴങ്ങ് ബജ്ജി. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല തിരക്കുണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെ 3 വർഷത്തേക്ക് അതിന് എന്തെങ്കിലും കുറിയിട്ട് കിട്ടിയേക്കുന്ന അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമില്ല? നല്ലതായിട്ട് തന്നെ പോകുന്നു. ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. ഓക്കെ. എന്താ 4 മണിക്കാറ്റിനെ കുറിച്ച്? സൂപ്പർ, അടിപൊളി ഫുഡ്. കഴിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഈ വഴിക്ക് പോകുമ്പോൾ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നാടൻ ഫുഡായതുകൊണ്ട് രസമാണ്. നാടൻ ഫുഡായതുകൊണ്ട് നല്ലതാണ്. ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഒക്കെ ഉണ്ട്. ചക്കപ്പുഴുക്കുണ്ട്, അത് നല്ല ടേസ്റ്റാണ്. അടിപൊളി. സാധനം പെട്ടെന്ന് തീർന്നു. നമുക്ക് ഇന്ന് കിട്ടിയില്ല. ഇന്ന് കിട്ടിയില്ല. പിന്നെ കപ്പ വേവിച്ചതുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പുവട, ഉള്ളിവട, ആകെ സൂപ്പർ സാധനങ്ങളാണ്. പിന്നെ തിരുവാതിരപ്പുഴുക്കെന്ന് പറഞ്ഞ സംഭവമുണ്ട്, കഴിക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചി നമുക്ക് എന്നൊക്കെ ഉള്ളേ? നമുക്ക് മുട്ട, പരിപ്പുവട തീർന്നു പോയി. അപ്പൊ ഇന്ന് ഈ എത്ര 4 ഐറ്റമോ? 3 ഐറ്റമാണ് 3 വർഷത്തേക്ക്. 3 വർഷമൊന്നുമില്ല. ഇല്ല. പിന്നെ അപ്പുറമൊക്കെ ചിലർ പറയും 3 വർഷത്തേക്കുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കാപ്പിയുണ്ട്, നാരങ്ങാ വെള്ളമുണ്ട്, തണ്ണിമത്തനുണ്ട്, ഉപ്പിലിട്ടുണ്ട്. കാടമുട്ടയാണ് എടുക്കുന്നത്. മധുരം ഇടാലോ? മധുരം ഇട്ടു, കുഴപ്പമില്ല. മധുരം വേണ്ട, മീഡിയം. ചേട്ടാ, ഇവിടെ വന്ന ആളുകൾക്ക് ബുക്ക് വാങ്ങിക്കുന്നുണ്ടോ? നല്ല തിരക്കുണ്ട്. ഇവിടെ ഇത് തുടങ്ങിയോണ്ട് നേട്ടമുണ്ട്.
എന്താണ് പറയാനുള്ളത് 4 മണിക്കാരൻ്റെയും സാഹചര്യങ്ങളെ കുറിച്ച്? പുസ്തകത്തിനെ വിട്ട് 4 മണിക്കാരനെ 4 മണിക്കാരനെ കുറിച്ചും കച്ചവടത്തിനെ കുറിച്ചും നല്ലൊരു ഇതല്ലേ, ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും നേരം പോക്ക് പോകും. ഒരു 1 മണിക്കൂർ ഇരിക്കുക, കാറ്റ് കൊള്ളുക, വല്ല ഭക്ഷണം കഴിക്കുക, അതെ, പോവുക. പുസ്തകം വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം, വായിക്കേണ്ടവർക്ക് വായിക്കാം, അതെ, പോകേണ്ടവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം. ഈ വീഡിയോ കാണുന്നവർ ഇവിടുന്ന് പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ ഇവിടെ വന്ന് വാങ്ങിക്കണം. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് ഗോപിനാഥ്. ഏതാ? ഗോപിനാഥൻ ചേട്ടൻ്റെ ഈ ഒരു സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കണം. പണ്ടത്തെ 4 മണിക്കാറ്റ് പോലല്ല ഇപ്പം 4 മണിക്കാരന് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 12 സ്റ്റാളുകളുണ്ട്. ഇതിപ്പോൾ ഒരു സൊസൈറ്റി ആയിട്ടാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ. ഒരു സൊസൈറ്റി ആയിട്ട് അവരത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ സൊസൈറ്റിക്ക് കീഴിലാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ വളരെ ആസ്വാദികരമാണ്. അതുപോലെ തന്നെ നാടൻ ഫുഡ്, അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡാണ്. ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, പിന്നെ തിരുവാതിരപ്പുഴുക്ക്, അത് കഴിച്ചിട്ടില്ല കേട്ടോ, ബാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് വട, ഉള്ളിവട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ സംഭവം നടക്കുമായിരുന്നെങ്കിൽ ഇത്രയും സക്സസ് ആവത്തില്ലായിരുന്നു. ഇതൊരു സൊസൈറ്റി ആയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് അവരതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അടിപൊളിയായിട്ടുണ്ട്. അവർക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു സക്സസ് ആയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനിയും മുന്നോട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഈ സംഭവം കൊണ്ടുപോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നമ്മളിവിടെ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇത്രയും അടിപൊളിയായിട്ട് സംഭവം ഇവർ ചെയ്തതിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ വരാത്തവർ വരിക. കോട്ടയം ജില്ലയിലെ മണർകാട് പഞ്ചായത്തിലാണ് 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇനി ഇവിടെ വരാത്തവരൊക്കെയും ഇവിടെ എത്തുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക. സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വൈകുന്നേര സമയങ്ങൾ ഒന്ന് നമുക്ക് മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് നേരം നമുക്ക് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.